കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. കെ.എസ്. രതീഷ് എഴുതിയ ചെറുകഥ പെണ്ണ് ചത്തവന്റെ 17-ാം ദിവസം. ആ പെണ്ണ് ചാകും വരെ വീടിന് ജീവനുണ്ടായിരുന്നു. ഹൃദയം പൊട്ടിമരിച്ച പെണ്ണിന്റെ കഥ പറയാൻ കൂടിയവർ പിരിഞ്ഞുപോയതോടെ അയാളും മക്കളും വീടും മാത്രമായി. ഇനിയും ലീവ് നീട്ടാനാകില്ല, കുട്ടികളെ സ്കൂളിൽ അയക്കണം. അത് കേട്ട് പെണ്ണിന്റെ അമ്മ വീടിന്റെ കവിളിലൊന്ന് തൊട്ടിട്ട് ഇറങ്ങിപ്പോയി. കുട്ടികളെ തനിക്കൊപ്പം കൂട്ടട്ടെയെന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. മങ്ങിയ ചിരിയിൽ അയാൾ വിസമ്മതം കാണിച്ചു. മക്കളും പെണ്ണും വീട് മാറി നിൽക്കാൻ അയാൾ സമ്മതിച്ചിരുന്നില്ല. അലാറം പലതവണ വിളിച്ചിട്ടും 17-ാം ദിവസം അയാൾ ഉണരാൻ വൈകി. പതിവ് പോലെ അടുക്കളയിൽ പാത്രങ്ങൾക്കൊന്നും മിണ്ടാട്ടമില്ല. പെണ്ണ് എത്ര സ്നേഹത്തോടെ വിളിച്ചാലും എഴുന്നേറ്റ് വരാൻ മടിക്കുന്ന, പാത്രങ്ങളുടെ മുക്കലിലും മൂളലിലും അസ്വസ്ഥനായാണ് മിക്ക ദിവസവും അയാൾ എഴുന്നേൽക്കുക. അതിന്റെ പേരിൽ പെണ്ണിനെ പതിവായി 4 പറയും. പെണ്ണ് ചത്ത ദിവസം മുതൽ പാത്രങ്ങൾ മൗനവ്രതത്തിലായിരുന്നു. 8 കഴിഞ്ഞിട്ടും ഉണരാതെ പാതി ഉടലിൽ കിടന്ന പെണ്ണിനെ ചവിട്ടി ഉണർത്താൻ തുടങ്ങിയപ്പോഴാണ് മരണത്തിന്റെ തണുപ്പിൽ അയാൾ തൊട്ടത്. ഇന്നലെ രാത്രി അയാൾ തന്നെയാണ് പൊക്കിളിന് മുകളിൽ വരെ മാക്സി ഉയർത്തി വച്ചത്. ഒരു ചൂടുമില്ലാതെ മരവിച്ച ആ കിടപ്പ് കണ്ട് പെണ്ണിന്റെ കവിളിൽ ആഞ്ഞൊന്ന് പൊട്ടിച്ച് ഇറങ്ങിപ്പോന്നതാണ്. കവിളിലെ തണുപ്പ് മരണത്തിൻ്റെതായിരുന്നോ? അലമാരയിൽ നിന്നൊരു പാവാടയെടുത്തുടുപ്പിച്ച് മാക്സിയും താഴ്ത്തിയ ശേഷമാണ് കരച്ചിലിന്റെ നിഴല് പോലും അയാളുടെ മുഖത്ത് വന്നത്. കിടപ്പുമുറിക്ക് പുറത്ത് പെണ്ണ് പാവാടയിടാതെ നടക്കുന്നതിനെ എതിർക്കാൻ അയാൾക്ക് ഇതുവരെ മതിയായൊരു കാരണം കിട്ടിയിട്ടില്ല. കുട്ടികൾ ഇനിയും ഉണർന്നിട്ടില്ല. ഒരു ചായ ഇട്ടിട്ട് അവരെ ഉണർത്താമെന്ന് ചിന്തിച്ച് അയാൾ അടുക്കളയിലേക്ക് കയറി. പുറത്തേക്കുള്ള വാതിൽ ചാരിയിട്ടേയുള്ളൂ. പെണ്ണാണ് പതിവായി വാതിലുകൾ പൂട്ടി ലൈറ്റുകൾ കെടുത്താറുള്ളത്. അയാൾ ജാനകി മോളോട് ലൈറ്റ് കെടുത്താൻ പറഞ്ഞിരുന്നു. അവൾക്ക് വാതിൽ കുറ്റിയിടാനുള്ള ഉയരമില്ലല്ലോ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ പുളിച്ചു നാറിയ ഒരു ഗന്ധം. ലൈറ്റുകൾ കെടുത്തിയപ്പോൾ ജാനകി മോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. എന്നും രാവിലെ പെണ്ണും അയൽക്കാരിയുമായി പാല് വാങ്ങാനുള്ളൊരു പോക്ക് പതിവാണ്. ആ 1/2 കിലോമീറ്റർ പോകാൻ ശ്രമിച്ചാൽ അയാളും കുട്ടികളും വൈകും. അയാൾ കട്ടനിടാൻ ശ്രമിച്ചപ്പോൾ എല്ലാം കൈവാക്കിന് തന്നെയുണ്ട്. അത് പെണ്ണിന്റെ താളമായിരിക്കും. അവളൊന്ന് കൈ നീട്ടിയാൽ ഉപ്പ് ഭരണി വരെ മുന്നിൽ ചെന്ന് തലകുനിച്ചു നിൽക്കും. ഉരുളൻ കിഴങ്ങ് പോലും ഇരുത്തിയിടത്ത് നിന്ന് 1 ഇഞ്ച് അനങ്ങില്ല. അഹങ്കാരത്തോടെ മീശ മുളപ്പിച്ച ചോപ്പനുള്ളി നിലവിളിച്ചോണ്ട് തൊടിയിൽ ചെന്ന് വീഴും. പെണ്ണൊരു ദുർമന്ത്രവാദിയായിരുന്നു. വീടിനും പെണ്ണിനെ പേടിയായിരുന്നു. ജാനകിയെ ഉണർത്തി നകുലനെ ഒരുക്കാൻ ആവശ്യപ്പെടണമെന്ന് ചിന്തിച്ച് മുറിയിൽ കയറുമ്പോൾ മൂത്രത്തിൽ കുഴഞ്ഞു കിടക്കുന്ന സഹോദരങ്ങൾ. 4-ാം തരത്തിലും കിടക്ക നനയ്ക്കുന്ന ശീലം നകുലന് വിട്ടുപോന്നില്ല. 7-ാം തരത്തിലും കിടക്ക നനച്ചിരുന്ന അയാളുടെ അതേ ശീലമാണ് കുട്ടിക്കും. എന്നും പുതപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. ചില ദിവസങ്ങളിൽ കുട്ടികളെ ഉണർത്തി മൂത്രമൊഴിപ്പിച്ച് പെണ്ണ് അവർക്കൊപ്പം കിടക്കുന്നതും അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിറ്റേന്ന് കഴുകിയിട്ട പുതപ്പിനൊപ്പം പെണ്ണിന്റെ മാക്സിയും തൂങ്ങുന്നത് കാണാം. പെണ്ണിനന്ന് മൂത്രമണമായിരിക്കും. നകുലനെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുന്ന കാര്യം അയാൾ ചിന്തിക്കും. ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് സ്കൂൾ വിട്ട് കാണിച്ചാലോ? നകുലനെ വേഗം ഉണർത്തി. ജാനകി മണ്ണിര പോലെ പുതപ്പിനുള്ളിലേക്ക് നൂണു പോവുകയാണ്. ചെരുപ്പൂരി ജാനകിയുടെ ചന്തിയിൽ ഒരടി കൊടുത്തു. പിടഞ്ഞെഴുന്നേറ്റ കുട്ടിയുടെ കണ്ണിൽ കരച്ചിലും അത്ഭുതവും ഒന്നിച്ചു കണ്ടിട്ട് അയാൾ പുറത്തേക്ക് പോയി. നകുമോനെ, സ്കൂളിൽ വൈകും. ജാനി, നീ ഇതെന്താ കാണിക്കുന്നത്? പെണ്ണ് പതിവായി കുട്ടികളെ കുലുക്കി വിളിക്കുമ്പോൾ ഇതുപോലൊരടി കൊടുക്കാൻ അയാൾ പറയുമായിരുന്നു. അടുക്കളയുടെ പരിസരത്ത് പതുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് മേശയിൽ പകർന്നു വച്ചിരിക്കുന്ന കട്ടൻ ചായയിലേക്ക് അയാൾ വിരല് ചൂണ്ടി. നകുലന്റെ മുഖത്തും അത്ഭുതം. മടിച്ചു നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഗ്ലാസ്സിൽ ആറ്റി തണുപ്പിച്ച ചായ വെച്ചിട്ട് അയാൾ മാറി നിന്നു. ഒരു ഇറക്ക് കുടിച്ചിട്ട് നകുലൻ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ പഞ്ചസാര പാത്രത്തിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അയാൾക്ക് ഒന്നിലും മധുരം ചേർക്കാൻ അറിയില്ലായിരുന്നു. വെള്ളം നിറഞ്ഞൊഴുകുന്നത് കേട്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഷീറ്റിൽ ചേർക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരുന്നതിന് പകരം പണിക്കാരൻ പൈപ്പ് തുറന്നു വിട്ടിരിക്കുന്നു. പൈപ്പിൽ നിന്ന് എടുക്കാൻ പെണ്ണ് സമ്മതിക്കില്ല. വെള്ളം ഉപയോഗിക്കുന്ന കാര്യം വെട്ടുകാരനോട് പറയണമെന്ന് അയാൾ ചിന്തിച്ചു. കുറെ ദിവസത്തെ ഷീറ്റുകൾ വെയിലിലും മഞ്ഞിലും അയയിൽ കിടക്കുന്നുണ്ട്. പെണ്ണിന്റെ സ്വർണവും PF ലോണും ചേർത്താണ് പറമ്പ് വാങ്ങിയത്.
വെയിലും പുകയും കൊള്ളിച്ച് വിൽക്കാൻ പെണ്ണ് പാകമാക്കും. തട്ടിന്റെ മുകളിൽ ഏണി ചാരി അവിടെയും വാരി നിരത്തും. പെണ്ണിന്റെ തലയിൽ ചിലന്തിപ്പൂ വിരിയുന്നത് അപ്പോഴാണ്. അതിനെ പേടിച്ച് അയാൾ അലറി വിളിക്കും. പിന്നെ വരാടി പെണ്ണേ എന്നും പറഞ്ഞ് ചിലന്തി അയാളെ തുറിച്ചു നോക്കിയിട്ട് തട്ടിലേക്ക് ഓടും. അത് കണ്ട് പെണ്ണ് ചിരിക്കും. നീണ്ടൊരു വടിയുമായി അയാൾ അന്ന് ചിലന്തികളുടെ സാമ്രാജ്യം ആക്രമിക്കും. സാറേ, ഇപ്പൊ കോഴികളെ അടയ്ക്കാറില്ലേ? പണിക്കാരൻ അയാളോട് കുശലം ചോദിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. അങ്ങനെ ആരോടും മിണ്ടാറുമില്ല. പെണ്ണ് കൊലുസുപോലും മിണ്ടുമായിരുന്നു. അയാൾക്ക് അതിഷ്ടമായിരുന്നില്ല. വീട്ടിൽ പെണ്ണിനെ പോലെ ചിലയ്ക്കുന്ന ഒരു കോഴിപ്പടയുണ്ട്. ആ സമയത്ത് എഴുന്നേൽക്കടാന്ന് കോഴി കൂവിയതിന്റെ പേരിൽ അയാൾ പെണ്ണിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അയാൾ ഓഫീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണും കോഴികളും തമ്മിലാകെ കലപിലയാകും. അപ്പോൾ വീടിന്റെ ചിരി കാണണം. മുട്ടയിടാത്ത കോഴിയെ പെണ്ണ് തുറിച്ചു നോക്കും. പെണ്ണിന്റെ പിന്നാലെ പായുന്ന പൂവനെ കളിയാക്കും. മുട്ടയിട്ടവർ വന്നെടുക്കടി പെണ്ണേന്നും പറഞ്ഞ് ചിരിച്ചോണ്ടോടും. ഫ്രിഡ്ജിൽ നിറയെ മുട്ടയുണ്ടാകും. പെണ്ണിന്റെ നാത്തൂൻ വരുമ്പോൾ അയാൾ സ്നേഹത്തോടെ അതൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. തുറന്നു കിടക്കുന്ന കൂടിന്റെ ചുറ്റും ചിതറി നിൽക്കുന്നവരും അടയിരിക്കുന്നവരും ചേർത്ത് എത്ര എണ്ണം ഉണ്ടാകുമെന്ന് അയാൾ എണ്ണി നോക്കി. ചേച്ചി എനിക്ക് സ്ഥിരം മുട്ട തരും. മാസാവസാനം എന്റെ വെട്ടുകൂലിന്ന് അതങ്ങ് കുറയ്ക്കും. അയാൾ അതിനും മറുപടി നൽകിയില്ല. ഇനി മുതൽ കോഴിക്കൂട് അടച്ചാൽ മാത്രം പോരാ, കോഴിയുടെ മുട്ടയുടെ കൂലിയുടെ കണക്കെല്ലാം എഴുതി വെക്കണമെന്ന് അയാൾ ഉറപ്പിച്ചു. ഷവറിൽ നൂലുപോലെ വെള്ളം കണ്ട് അയാൾ പുറത്തിറങ്ങി. മോട്ടോർ ഓണാക്കി. ടാങ്ക് നിറയുമ്പോഴേക്കും കുളി കഴിഞ്ഞിറങ്ങാമെന്ന് കരുതിയാണ് അയാൾ വീട്ടിനുള്ളിലേക്ക് കയറിയത്. കുട്ടികളുടെ മുഖത്ത് മറ്റൊരു പ്രശ്നം. യൂണിഫോമിലല്ലാതെ ഗേറ്റ് കടക്കാൻ അനുവദിക്കാത്ത സ്കൂളിലായിരുന്നു അവർ. പെണ്ണുള്ളപ്പോൾ ഒരിക്കലും ഈ പ്രശ്നമുണ്ടായിട്ടില്ല. കൂന കൂട്ടിയ തുണികൾക്കിടയിൽ കാലുറ മുതൽ ചോറ് കഴിക്കാനുള്ള വിരി വരെ ഉണ്ടായിരിക്കും. ഇന്നു മുതൽ അയാൾക്ക് അവരെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടി വരും. അതെല്ലാം അലക്കി ഫാനിന്റെ ചുവട്ടിലിട്ട് ഉണക്കേണ്ടി വരും. വീട്ടിന്റെ ഉള്ളിലൊരു അയ കെട്ടിയെന്നും പറഞ്ഞ് പെണ്ണിനെ അതിൽ തൂക്കിക്കൊന്നില്ലെന്നേയുള്ളൂ. കുട്ടികളോട് എന്തെങ്കിലും ഉടുപ്പിടാൻ പറഞ്ഞിട്ട് അയാൾ കുളിക്കാൻ തുടങ്ങി. ടാങ്ക് നിറഞ്ഞൊഴുകി. ജാനകിയുടെ വിളി കേട്ട് അയൽക്കാരി വന്ന് അണച്ചുപോയി. അയൽക്കാരിയായ ആ മുസ്ലിം സ്ത്രീയെ അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അയാളില്ലാത്തപ്പോൾ അവരും പെണ്ണും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാറുണ്ട്. അതൊഴിവാക്കാനാണ് മതിലിൽ 4-5 കല്ലുയർത്തി വച്ചത്. പെണ്ണൊരു മടലിനെ കുനിച്ചു നിർത്തി പുറത്തു കയറി നിന്ന് വർത്താനിച്ചു. അയാളെ കാണുമ്പോൾ മടലും പെണ്ണും വീണെണീറ്റ് ഓടും. കുട്ടികൾക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് ഉറപ്പിച്ചാണ് അയാൾ കുളിമുറി വിട്ടിറങ്ങിയത്. ടേബിളിൽ അരിപ്പത്തിരിയും മുട്ടക്കറിയും. നകുലൻ ആർത്തിയോടെ തിന്നുന്നു. പെണ്ണ് വാരിക്കൊടുത്തില്ലെങ്കിൽ കഴിക്കില്ലെന്ന് വാശി പിടിക്കുന്ന കുട്ടിയായിരുന്നു. ടേബിളിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. ഒരിക്കലും മുഖത്ത് നോക്കാത്ത സ്ത്രീയോട് അയാൾക്ക് ഇഷ്ടമുണ്ടായി. നകുലനെ മുടി ചീകാൻ വിളിച്ചപ്പോൾ അവൻ വിറയലോടെ മാറി നിന്നു. ടിവിയുടെ മുന്നിലിരുന്നതിന് അയാൾ ദേഷ്യപ്പെട്ടിരുന്നു. ജാനകിയെ തല്ലിയതും കണ്ടിരുന്നല്ലോ. ഇനി മുതൽ കുട്ടികളോട് ദേഷ്യപ്പെടില്ലെന്നും തല്ലില്ലെന്നും അയാൾ ഉള്ളിൽ ആഗ്രഹിച്ചു. ജാനകിയുടെ പൊട്ടാസ് പോലുള്ള ചിരി കേൾക്കാൻ അയാൾക്ക് കൊതി തോന്നി. അടുക്കളയിൽ നിന്ന് കരിഞ്ഞ മണം വന്ന് അയാളുടെ നെറ്റിയിൽ ചുളിവ് വീഴ്ത്തി. കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനും വച്ചത് മറന്നുപോയി. പാത്രത്തിന്റെ ഉള്ളുവരെ പൊള്ളി അടർന്നു. പെണ്ണ് കുറെ വർഷമായി ഉപയോഗിക്കുന്ന പാത്രമാണത്. വൈകിട്ട് അതുപോലൊന്ന് വാങ്ങിക്കണം. അയാൾ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെച്ചു. ഇനി എന്തൊക്കെ വാങ്ങാനുണ്ടാകുമെന്നറിയാൻ അയാൾ അവിടെയെല്ലാം പരതി. ചെറിയ പേപ്പറിന്റെ അതിര് കടന്ന പട്ടിക. എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും? ഉള്ളി മുളച്ച് ചോദ്യം പോലെ വളഞ്ഞു നിന്നു. കൃത്യമായി ലിസ്റ്റ് തരാത്തതിന് പലതവണ അയാൾ പെണ്ണിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. വാങ്ങാനുള്ളതിന്റെ പട്ടിക പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാൻ പെണ്ണിനെ പഠിപ്പിച്ചത് അയൽക്കാരിയാണ്. അയാൾക്കും അത് സൗകര്യമായിരുന്നു. പെണ്ണുമായി അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന മിണ്ടിപ്പറയലും അതായിരുന്നു. മതിലിൽ വന്നില്ലെങ്കിലും അയൽക്കാരികൾ തമ്മിൽ വാട്സപ്പ് വഴി മിണ്ടുന്നത് അയാൾക്ക് അജ്ഞാതമായിരുന്നു. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ സൂപ്രണ്ട് ഒരിക്കലും അനുവദിക്കാറില്ല. അയാൾ വാതിലിൽ എത്തുമ്പോൾ സൂപ്രണ്ട് എഴുന്നേറ്റ് നിന്നു. ദേവി പോയതല്ലേ, വീടൊക്കെ ഒരു താളത്തിലാകും വരെ മോഹനൻ സാർ ഇത്തിരി നേരത്തെ പോകുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. തന്റെ സീറ്റിൽ കണ്ണു തുടച്ചിരിക്കുന്ന സൂപ്രണ്ടിനെ അയാളും കൂട്ടുകാരും ഭൂതന എന്നായിരുന്നു പേരിട്ടത്.
3:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും വീട്ടിലെത്താൻ അയാൾ ഏറെ വൈകി. പട്ടികപ്പെടുത്തിയതിൽ പലതും വാങ്ങാൻ മറന്നു. കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിയതിന്റെ തുക അല്പം കൂടിപ്പോയതായി അയാൾക്ക് തോന്നി. വീട്ടിലേക്ക് കയറുമ്പോൾ വണ്ടി തട്ടി പെണ്ണിന്റെ പൂച്ചട്ടിയിൽ ഒന്ന് പൊട്ടി. പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള മഞ്ഞപ്പൂവായിരുന്നു. എത്ര വെയിലത്തും വാടാത്ത പൂവ്. നിലത്ത് മുട്ടുകുത്തി സിറ്റൗട്ടിലെ ഇരിപ്പിൽ വച്ച് ജാനകി ഗൃഹപാഠം പൂർത്തിയാക്കുന്നു. നകുലൻ മറ്റൊരു കസേരയിൽ സുഖമായി ഉറങ്ങുന്നു. അടുത്ത ദിവസം മുതൽ വാതിൽ പൂട്ടി താക്കോൽ അയൽക്കാരിയെ ഏൽപ്പിക്കാൻ തന്നെ ഓർമ്മിപ്പിക്കണമെന്ന് അയാൾ ജാനകിയോട് പറഞ്ഞു. നകുലനെ തന്റെ മുറിയിൽ കിടത്താൻ ശ്രമിക്കുമ്പോൾ കിടക്കയുടെ മുഷിഞ്ഞ ഗന്ധം, ചുളിവ് വീണ കിടക്ക കണ്ടാൽ അയാൾക്ക് ഭ്രാന്തിളകും. അയാൾ വിളിച്ചാലേ പെണ്ണ് പോലും അവിടെ വരൂ. അത് കഴിഞ്ഞാൽ നിലത്ത് വിരിച്ചു കിടക്കും. തുവർത്തിയിട്ട ടവൽ വീണ് തലയിണയിൽ നനവ് പറ്റിയിരിക്കുന്നു. പെണ്ണ് ഏറ്റവും വെറുത്തിരുന്ന ശീലം ഇതായിരുന്നു. നകുമോന് നല്ല വിശപ്പായിരുന്നു. മടിച്ചാണെങ്കിലും ജാനകി അയാളോട് മിണ്ടി. ഉറക്കം മുമ്പ് അമ്മ അവനെ പാല് കുടിപ്പിക്കും. നാളെ യൂണിഫോം വേണമെന്ന് മിസ് പറഞ്ഞു. എല്ലാം മൂളിക്കേട്ട് വേഷം മാറി വന്ന അയാൾ ടിവിയുടെ മുന്നിലിരുന്നു. തുറന്നു വന്നത് കാർട്ടൂൺ ചാനൽ. റിമോട്ട് എത്ര തിരഞ്ഞിട്ടും അയാൾക്ക് കിട്ടിയില്ല. സാധാരണയായി ടിവിയുടെ മുന്നിൽ തന്നെ അതുണ്ടാകും. അങ്ങനെ കണ്ടില്ലെങ്കിൽ അയാൾ കയ്യിൽ കിട്ടിയത് വലിച്ചെറിയും. റിമോട്ടുമായി മുന്നിൽ നിൽക്കുന്ന ജാനകിയിൽ അയാൾ പെണ്ണിന്റെ പകർപ്പ് കണ്ടു. കാർട്ടൂണിന്റെ ശബ്ദം കേട്ട് വന്ന നകുലൻ അയാളുടെ മടിയിൽ ഇഴഞ്ഞു കയറി. കഴിക്കാൻ വാങ്ങിയ പൊതിയഴിച്ച് പാത്രത്തിലാക്കി വന്ന ജാനകിയെ അയാൾ ചേർത്ത് നിർത്തി. ചേച്ചിയും അനിയനും കാർട്ടൂണിൽ ലയിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട് അയാൾ തുണികളും വാരി അലക്കുകല്ലിലേക്ക് നടന്നു. ആകെ അടിവസ്ത്രവും കുട്ടികളുടെ യൂണിഫോമും അലക്കി വിരിച്ചു. ഞാനിപ്പോ നനയ്ക്കുമെന്ന ഭീഷണി കാണിച്ച് കരിമ്പുലി ആകാശത്ത് വന്നു. പെണ്ണ് തുണിയും വാരി ഓടുന്നതും പുലിയെ പ്രാകുന്നതും പലതവണ അയാൾ കണ്ടിട്ടുണ്ട്. നിന്റെ പുറത്ത് വിരിച്ചോട്ടെ എന്ന് അയാൾ മേശയെ നനവോടെ തടവി. പൊടിക്കുള്ളിലിരുന്ന് മേശ ചിരിച്ചു തൂവി. ജാലകങ്ങളെ ചേർത്ത് കെട്ടിയ അയയിൽ അയാൾ അടിവസ്ത്രത്തിൽ തൂങ്ങി നിന്നു. പാലുപാത്രവുമായി ഇറങ്ങിയ അയാൾ പറമ്പിന്റെ തെക്കേ മൂലയിലെ പെണ്ണിന്റെ ചിതയൊരുക്കിയ ഭാഗത്തേക്ക് എന്തോ ഉറപ്പിച്ചായിരുന്നു ചെന്നത്. ചിതയുടെ വലതുവശത്ത് മുളങ്കൂട്ടത്തിന്റെ അരികിൽ അയാൾ ഇരുന്നു. ഒന്നും ശരിയാകുന്നില്ല ദേവി. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാനൊരു പെണ്ണ് കെട്ടിയാലോന്ന്. അപ്പോഴും അയാൾ പെണ്ണിനോട് വാക്കുകൾ പിശുക്കി. മുളങ്കൂട്ടത്തിൽ ഭ്രാന്ത് പിടിച്ച ഒരു കാറ്റ് പടർന്ന് പെണ്ണിന്റെ പല്ലിറുമൽ പോലൊരു ശബ്ദമുണ്ടായി.